ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ്. മഹാദേവ ക്ഷേത്ര പരമ്പര കേരളത്തിലെ 14 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പ്രശസ്തവും പുരാതനവുമായ ശിവക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരമ്പരയുടെ തുടക്കം. ഈ പരമ്പര ആരംഭിക്കുന്നത് മല്ലികാർജുന ക്ഷേത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കാസർകോട്ടെ പുണ്യക്ഷേത്രങ്ങൾ. ഉത്തരമലബാറിന്റെ ആത്മീയ ചൈതന്യമായ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 50 ശിവക്ഷേത്രങ്ങളുടെ ചരിത്രവും പ്രാധാന്യവും. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും. പാണ്ഡവരുമായും അർജുനന്റെ തപസ്സുമായും ബന്ധപ്പെട്ട കഥകൾ മുതൽ സ്വയംഭൂ ശിവലിംഗങ്ങളുടെ കണ്ടെത്തൽ വരെയുള്ള വിസ്മയകരമായ ഐതിഹ്യങ്ങൾ. അനുഭവസാക്ഷ്യങ്ങൾ. ഓരോ ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഭക്തരുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളും സംബന്ധിച്ച പ്രാദേശിക വിശ്വാസങ്ങൾ. പ്രധാന പൂജകളും ഉത്സവങ്ങളും. ദോഷപരിഹാര പൂജകൾ, വഴിപാടുകൾ, ഓരോ ക്ഷേത്രത്തിലെയും പ്രധാന ഉത്സവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ. യാത്രാവിവരങ്ങൾ. ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴികൾ, റെയിൽവേ ബസ് സൗകര്യങ്ങൾ, യാത്രാസഹായ വിവരങ്ങൾ എന്നിവ. നമസ്കാരം. കേരളത്തിലെ പവിത്രമായ ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള ഒരു മഹായാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. പരശുരാമൻ മഴുവരിഞ്ഞ് വീണ്ടെടുത്ത ഈ കർമ്മഭൂമിയിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള നിരവധി പുണ്യസങ്കേതങ്ങളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രത്താലും സമ്പന്നമായ കുറഞ്ഞത് 50 ശിവക്ഷേത്രങ്ങളെ വീതം ഓരോ ജില്ലയിൽ നിന്നും ഈ പരമ്പരയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കേട്ടുപരിചയിച്ച പ്രശസ്തമായ ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ അധികമാരും അറിയപ്പെടാത്തതും എന്നാൽ അത്യപൂർവവുമായ ശക്തികേന്ദ്രങ്ങളെയും ഈ വീഡിയോകളിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഭക്തിയും അറിവും ഒരുപോലെ പകർന്നു നൽകുന്ന ഈ യാത്രയിൽ നിങ്ങളുടെ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റിലൂടെയോ ഇമെയിൽ വിലാസത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ അവയെ കൂടി ഉൾപ്പെടുത്തി ഈ പരമ്പരയെ കൂടുതൽ പൂർണ്ണമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മഹായാത്രയുടെ ആദ്യഘട്ടം വടക്കേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. തുളുനാടിന്റെയും കേരളത്തിന്റെയും സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന കാസർകോട്ടെ പുണ്യക്ഷേത്രങ്ങളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ക്ഷേത്രങ്ങളുടെ സമഗ്രമായ വിവരശേഖരണം. ഓരോ ക്ഷേത്രത്തിന്റെയും ചരിത്രവും ആചാരങ്ങളും വിശേഷങ്ങളും ഒരുമിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പലർക്കും അറിയാത്ത അപൂർവ ഐതിഹ്യങ്ങൾ, പ്രാദേശിക വിശ്വാസങ്ങൾ, തലമുറകളിലൂടെ കൈമാറിയ കഥകൾ ഓരോ ക്ഷേത്രത്തിന്റെയും ആത്മാവിനെ സ്പർശിക്കുന്ന അനുഭവങ്ങളായി ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ഒരു വീഡിയോ പരമ്പര മാത്രമല്ല, ഭക്തജനങ്ങളുടെ കൂട്ടായ്മ കൂടിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എന്നാൽ ഇവിടെ ഉൾപ്പെടാതെ പോയ ക്ഷേത്രങ്ങളെ പങ്കുവച്ച് ഈ ആത്മീയ യാത്രയുടെ ഭാഗമാകാം. ഈ മഹായാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് കാസർകോഡിൽ നിന്നാണ്. സപ്തഭാഷാ സംഗംഭൂമിയായ കാസർകോടിന്റെ ശൈവചൈതന്യം തൊട്ടറിഞ്ഞുകൊണ്ട് ചരിത്രവും വിശ്വാസവും ഭക്തിയും ഒത്തുചേരുന്ന ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകൂ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാസർകോട് ജില്ലയിലെ പ്രശസ്തമായ മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ശൈവഭക്തിയുടെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ഭക്തർക്കൊരു ആത്മീയ അനുഭവമാണ്. ക്ഷേത്രത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും ഇനി നമുക്ക് പരിചയപ്പെടാം. കേരളത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ആത്മീയപ്രഭയായി നിലകൊള്ളുന്ന മല്ലികാർജുന മഹാദേവ ക്ഷേത്രം കാസർഗോഡിന്റെ ഭക്തി പാരമ്പര്യത്തിന്റെയും തുളുനാട് ശൈവസംസ്കാരത്തിന്റെയും അതിപുരാതന സ്മാരകങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. 1000-ലധികം വർഷങ്ങളുടെ ചരിത്രമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദിവ്യസ്ഥലം മഹാദേവന്റെ അനുഗ്രഹം തേടി ദിനംപ്രതി എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസകേന്ദ്രമാണ്. ക്ഷേത്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും ചുറ്റുപാടുകളും ഇവിടുത്തെ ആത്മീയ അനുഭവത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിപ്പിക്കുന്നു. ഭക്തിയും ചരിത്രവും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമി ഇന്നും ശൈവ ചൈതന്യത്തിന്റെ ദീപ്തിയായി നിലകൊള്ളുന്നു. പച്ചപ്പിൽ മൂടിയ പ്രകൃതിയും ശാന്തമായ ഗ്രാമാന്തരീക്ഷവും ദൂരെയായി കേൾക്കുന്ന സമുദ്രതീരത്തിന്റെ മൃദുസ്വരവും എല്ലാം ചേർന്ന് മല്ലികാർജുന മഹാദേവ ക്ഷേത്രം പരിസരത്തെ ഒരു ദിവ്യാനുഭവമായി മാറ്റുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് നഗരജീവിതത്തിന്റെ തിരക്കുകളും മാനസിക സംഘർഷങ്ങളും അകന്ന് ആത്മശാന്തിയുടെ അപൂർവ നിമിഷങ്ങൾ അനുഭവിക്കാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്ര പരിസരത്തിലെ വായുവിൽ പോലും ഒരു പ്രത്യേക ശുദ്ധിയും സമാധാനവും നിറഞ്ഞിരിക്കുന്നുവെന്ന് നിരവധി ഭക്തർ അനുഭവമായി പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പുണ്യഭൂമി ഒരു ക്ഷേത്രം മാത്രമല്ല,
മനസ്സിന് ശാന്തി പകരുന്ന ഒരു ആത്മീയ അനുഭവ കേന്ദ്രം കൂടിയാണ്. മല്ലികാർജുന മഹാദേവ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, കാസർഗോഡിന്റെ സാംസ്കാരിക ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും ഇവിടെ അതേ ഭക്തിയോടെയും വിശുദ്ധിയോടെയും തുടരുന്നു. തുളുനാട് ശൈവപരമ്പരയുടെ ആഴവും മഹാദേവഭക്തിയുടെ ശക്തിയും ഒരുമിച്ചു ചേർന്നപ്പോൾ ഈ ദിവ്യസ്ഥലം അതുല്യമായ ഒരു ആത്മീയ കേന്ദ്രമായി മാറി. ഭക്തിയും പാരമ്പര്യവും ചരിത്രവും ഒരുമിച്ച് ശ്വസിക്കുന്ന ഈ ക്ഷേത്രം കാസർഗോഡിന്റെ ആത്മീയ അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു. പുരാതനകാലത്ത് ഇന്നത്തെ മല്ലികാർജുന മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കാടുകളും കടൽത്തീരവും ചേർന്ന ശാന്തമായൊരു ഭൂമിയായിരുന്നു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. രാത്രിയിൽ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ പ്രദേശത്ത് അസാധാരണമായ ഒരു ദിവ്യപ്രകാശം പലവട്ടം കണ്ടിരുന്നുവെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. കാലം കഴിഞ്ഞപ്പോൾ ചില സന്യാസിമാർ ഇവിടെ തപസ്സിക്കായി എത്തിയതായും അവരുടെ ധ്യാനത്തിനിടയിൽ ഭൂമിയിൽ നിന്നും സ്വയം പ്രത്യക്ഷപ്പെട്ട ശിവലിംഗം കണ്ടെത്തിയതായുമാണ് പ്രാദേശിക കഥകൾ പറയുന്നത്. ആ ദിവ്യ സാന്നിധ്യത്തിന്റെ പുണ്യസ്മരണയായി പിന്നീട് ഇവിടെ മഹാദേവ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് ഭക്തരുടെ വിശ്വാസം. മല്ലികാർജുന മഹാദേവ ക്ഷേത്രം ചുറ്റിപ്പറ്റിയ മറ്റൊരു പ്രധാന ഐതിഹ്യം മഹാഭാരതകാലവുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവരിൽ അർജുനൻ വനവാസകാലത്ത് ഈ പുണ്യഭൂമിയിലെത്തി മഹാദേവനെ ആരാധിച്ചുവെന്നാണ് വിശ്വാസം. ഭക്തിയിലും തപസ്സിലും സന്തുഷ്ടനായ മഹാദേവൻ കിരാതമൂർത്തി രൂപത്തിൽ അർജുനന് ദർശനം നൽകിയതായും പ്രാദേശിക കഥകൾ പറയുന്നു. ഈ വിശ്വാസം ഇന്നും ഭക്തരുടെ മനസ്സിൽ അതേ ഭക്തിയോടെയും ആത്മീയ വിസ്മയത്തോടെയും നിലനിൽക്കുന്നു. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ തന്നെ അസാധാരണമായ ഒരു ശാന്തിയും ആത്മീയ സ്പന്ദനവും അനുഭവിക്കാനാകുമെന്ന് നിരവധി ഭക്തർ വിശ്വസിക്കുന്നു. പ്രഭാത സമയത്ത് മുഴങ്ങുന്ന മണിനാദവും ഓം നമഃ ശിവായ മന്ത്രധ്വനിയും ക്ഷേത്ര പരിസരത്തെ കൂടുതൽ ദിവ്യമായ അനുഭവമാക്കുന്നു. ഇവിടുത്തെ മഹാദേവനെ ഭക്തർ കരുണാസാഗരം എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും മാനസിക വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറാൻ അനേകം ഭക്തർ ഇവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തുന്നു. ഭക്തിയുടെ ഓരോ ശ്വാസത്തിലും മഹാദേവന്റെ അനുഗ്രഹസ്പർശം അനുഭവിക്കാമെന്ന വിശ്വാസമാണ് ഈ ദിവ്യസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ ശക്തി. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി നാട്ടുകാരുടെ മനസ്സിൽ ഇന്നും നിരവധി വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. കടലിലേക്ക് പോകുന്നതിന് മുമ്പ് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ യാത്ര സുരക്ഷിതമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. സന്താനലാഭത്തിനായി അനേകം ദമ്പതികൾ മഹാദേവനു മുന്നിൽ നെയ്യഭിഷേകം നടത്താറുണ്ട്. ശിവരാത്രി ദിനത്തിൽ മുഴുവൻ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് മറ്റൊരു ശക്തമായ വിശ്വാസം. ഇവിടുത്തെ മഹാദേവനെ പല കുടുംബങ്ങളും ഇന്നും തങ്ങളുടെ കുലദൈവം ആയി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറിയ ഈ വിശ്വാസങ്ങളാണ് ക്ഷേത്രത്തിന്റെ ആത്മീയ മഹത്വത്തെ ഇന്നും കൂടുതൽ ദീപ്തമാക്കുന്നത്. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി നിരവധി അനുഭവ സാക്ഷ്യങ്ങളും നാട്ടുകാർ ഇന്നും പങ്കുവയ്ക്കാറുണ്ട്. വർഷങ്ങളോളം സന്താനമില്ലാതെ വിഷമിച്ചിരുന്ന ഒരു കുടുംബം ഇവിടെ തുടർച്ചയായി പൂജകളും പ്രാർത്ഥനകളും നടത്തിയതിനുശേഷം സന്താന സൗഭാഗ്യം ലഭിച്ചതായി പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. കടലിൽ കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി മഹാദേവ രക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന അനുഭവകഥയും ഇന്നും നാട്ടുകാരുടെ ഇടയിൽ കേൾക്കപ്പെടുന്നു. ചില ഭക്തർ ക്ഷേത്രത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് അപൂർവമായ ആത്മീയ ശക്തിയും ആഴത്തിലുള്ള മനഃശാന്തിയും അനുഭവപ്പെട്ടതായി പങ്കുവയ്ക്കാറുണ്ട്. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഈ അനുഭവങ്ങളാണ് മഹാദേവനോടുള്ള ജനങ്ങളുടെ ആത്മബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നത്. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിൽ ദിനംപ്രതി വിവിധ വിശേഷ പൂജകളും ആത്മീയ ചടങ്ങുകളും ഭക്തിപൂർവം നടത്തപ്പെടുന്നു. രുദ്രാഭിഷേകം, പാൽ അഭിഷേകം, ജലധാരമള, നെയ്യ് വിളക്ക്, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവയ്ക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. മഹാദേവന്റെ അനുഗ്രഹം തേടി അനേകം ഭക്തരാണ് ഈ പൂജകളിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നത്. ഉത്സവകാലങ്ങളിൽ ക്ഷേത്രം ഭക്തിസാന്ദ്രമായ ദിവ്യാന്തരീക്ഷമായി മാറുന്നു. മഹാശിവരാത്രി ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഉത്സവം. രാത്രി മുഴുവൻ ഭജനകളും ജപങ്ങളും ദീപാലങ്കാരവും കൊണ്ട് ക്ഷേത്രം ആത്മീയ പ്രകാശത്തിൽ മങ്ങുന്നു. കാർത്തിക മഹോത്സവ സമയത്ത് ക്ഷേത്രം അനവധി ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുകയും പ്രത്യേക പൂജകളും കലാപരിപാടികളും നടത്തപ്പെടുകയും ചെയ്യുന്നു.
തുളുനാട് സംസ്കാരത്തിന്റെ ആത്മീയ കലാരൂപമായ യക്ഷഗാന സേവയും മഹാദേവന് സമർപ്പിച്ച് ഇവിടെ ഭക്തിപൂർവ്വം അവതരിപ്പിക്കപ്പെടുന്നു. ഭക്തിയും സംസ്കാരവും പാരമ്പര്യവും ഒന്നുചേരുന്ന ഈ ഉത്സവങ്ങൾ കാസർഗോഡിന്റെ ശൈവചൈതന്യത്തെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നു. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ പ്രത്യേകതകളിലൊന്ന് ഇവിടെയുള്ള ശിവലിംഗമാണ്. ഈ ശിവലിംഗം സ്വയംഭൂ രൂപമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. മനുഷ്യർ സ്ഥാപിച്ചതല്ല. ഭൂമിയിൽ നിന്നും സ്വയം പ്രത്യക്ഷപ്പെട്ട ദിവ്യശക്തിയാണിതെന്ന് ഇവിടെ ആരാധകർ കരുതുന്നു. ശിവലിംഗത്തിനു മുന്നിൽ ചില നിമിഷങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും വിഷമങ്ങളും അകന്ന് ആത്മശാന്തി ലഭിക്കുന്നുവെന്ന് നിരവധി ഭക്തർ അനുഭവമായി പങ്കുവയ്ക്കാറുണ്ട്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായി കരുതപ്പെടുന്ന തിങ്കളാഴ്ചകളിൽ ഇവിടെ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തപ്പെടുന്നു. 12 തിങ്കളാഴ്ച വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും തടസ്സനിവാരണവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭക്തിയുടെ ഓരോ നിമിഷത്തിലും മഹാദേവന്റെ ദിവ്യസാന്നിധ്യം അനുഭവിക്കാമെന്ന ആത്മീയ വിശ്വാസമാണ് ഈ പുണ്യസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിലെ സന്ധ്യാസമയത്തെ ദീപാരാധന ഭക്തർക്കായി ഏറ്റവും ദിവ്യവും മനോഹരവുമായ അനുഭവങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. നൂറുകണക്കിന് ദീപങ്ങൾ ഒരുമിച്ച് തെളിയുമ്പോൾ ക്ഷേത്രം മുഴുവൻ ദിവ്യപ്രകാശത്തിൽ മുങ്ങിയൊരു ആത്മീയ ലോകമായി മാറുന്നു. മണിനാദങ്ങളും മന്ത്രധ്വനികളും നിറഞ്ഞ ആ വിശുദ്ധ നിമിഷങ്ങളിൽ മഹാദേവന്റെ സാന്നിധ്യം ക്ഷേത്രമാകെ നിറയുന്നുവെന്ന് നിരവധി ഭക്തർ വിശ്വസിക്കുന്നു. ആ ദീപപ്രകാശത്തിന്റെ ശാന്തതയിൽ ഭക്തരുടെ മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും ഭക്തിയുടെ അപൂർവ സ്പന്ദനവും നിറയുന്നതായി അനുഭവപ്പെടുന്നു. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണശൈലി കേരള തുളു വാസ്തുവിദ്യയുടെ മനോഹരമായൊരു സംഗമമായി കാണപ്പെടുന്നു. പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന മരപ്പണികളും സൂക്ഷ്മമായ ശില്പകലയും ക്ഷേത്രത്തിന്റെ പൈതൃക ഭംഗിയെ കൂടുതൽ ഉയർത്തുന്നു. ഓരോ നിർമ്മിതിയിലും പാരമ്പര്യത്തിന്റെ ആഴവും ഭക്തിയുടെ സ്പർശവും അനുഭവിക്കാനാകുന്നു. മഴക്കാലത്ത് ചുറ്റുമുള്ള പച്ചപ്പും തണുത്ത അന്തരീക്ഷവും ചേർന്നപ്പോൾ ഈ ദിവ്യസ്ഥലം കൂടുതൽ മനോഹരവും ആത്മീയ സാന്നിധ്യം നിറഞ്ഞതുമായ അനുഭവമായി മാറുന്നു. പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ഒരുമിച്ച് ശ്വസിക്കുന്ന അപൂർവ പുണ്യഭൂമിയാണ് ഈ ക്ഷേത്രം. മല്ലികാർജുന മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വളരെ എളുപ്പമാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ മാത്രം ദൂരമുണ്ട്. അടുത്ത വിമാനത്താവളമായ മംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ദിവ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. KSRTC ബസുകൾ, സ്വകാര്യ ബസുകൾ, ഓട്ടോ, ടാക്സി സൗകര്യങ്ങൾ എന്നിവയും ഇവിടെ എളുപ്പത്തിൽ ലഭ്യമാണ്. രാവിലെ സാധാരണയായി 5 മണിക്ക് ദർശനം ആരംഭിക്കുമ്പോൾ പ്രഭാതത്തിലെ ശാന്തതയിൽ മഹാദേവ ദർശനം ഭക്തർക്കൊരു അതുല്യ ആത്മീയാനുഭവമായി മാറുന്നു. മഹാദേവന്റെ അനുഗ്രഹവും ശിവഭക്തിയുടെ ആത്മീയ ആഴവും ഹൃദയത്തിൽ അനുഭവിക്കാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ദിവ്യസ്ഥലമാണ് മല്ലികാർജുന മഹാദേവ ക്ഷേത്രം. ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും ആത്മീയ സമാധാനത്തിന്റെയും അപൂർവ അനുഭവം സമ്മാനിക്കുന്ന ഈ പുണ്യഭൂമി ഇന്നും ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസദീപമായി നിലകൊള്ളുന്നു. മഹാദേവന്റെ ദിവ്യസാന്നിധ്യം മനസ്സിൽ നിറച്ച് ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഓം നമോ ശിവായ. മനസ്സിനെ സമാധാനത്തിലേക്കും ആത്മാവിനെ ദിവ്യപ്രകാശത്തിലേക്കും നയിക്കുന്ന മഹാമന്ത്രം.